അത് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു, സോറി എനിക്ക് ഭാഷ അറിയില്ല, നോ പ്രോബ്ലം, ഗോ. ലൈക്ക് മോർ ദാൻ 2 hours നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അടിപൊളി. എന്തുവാടാ ഭയങ്കര ഡോഗ് സ്നേഹിക്കുക, പക്ഷെ പേടിയുമാണ്. ഇതാണ് നമ്മളെ ഹട്ടെന്ന് പറയാൻ പറ്റൂടെ? ഹട്ടെന്ന് പറയാൻ നോക്കില്ല, അത് ഹട്ടിനേക്കാളും ഉണ്ട്. അകത്തെല്ലാം സംഭവം ലക്ഷറിയാണ്. അതൊരു ബ്രാൻഡി ആഡ് ചെയ്ത് തരും കേട്ടോ, പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് തരും. വെരി ഗുഡ് ബ്രാൻഡി, ഫേമസ് ആണ്. ഫൈനലി നമ്മളെ ജോർജിയയിലെ കച്ചാപ്പൂരി വന്നിട്ടുണ്ട്. അത് ഇവിടത്തെയും കൂടി ഒരു ഡിഷാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. 15 തരം സോയിൽ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അലൂവിയൽ സോയിൽ ഉൾപ്പെടെയാണ് പറയുന്നത്. ഇത് ഹ്യൂമസ് വളരെ കുറവായിരിക്കാം, ബട്ട് സ്റ്റിൽ ഇവിടെ കൾട്ടിവേഷൻ ഒരുപാട് നടക്കുന്നുണ്ട്. ഈ മഞ്ഞിന്റെ അടിയിൽ 15 തരത്തിലെ സോയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അർമേനിയയിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അർമേനിയൻ ആണ്. ഇവിടുത്തെ ഇൻഹാബിറ്റൻസ് എല്ലാവരും, ഇവിടുത്തെ അർമേനിയൻസ് എല്ലാവരും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെന്നാണ് പറയുന്നത്. അവർ ലാംഗ്വേജ് മിക്കവാറും ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ലാംഗ്വേജിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. കാര്യം ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. കുറച്ച് പേര് യുക്രേനിയൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരുണ്ട്, അർമേനിയൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ പല ലാംഗ്വേജസും. ഇതിപ്പോൾ ഒരു മിക്സ് ലാംഗ്വേജ് ആണ് ഇവർ പറയുന്നത്. അർമേനിയ എന്ന് പറയുന്നത് ലോകത്തിൽ വെച്ച് വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി എന്നാണ് പറയുന്നത്. ക്രൈം ലെവൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ ഒരുപാട് ലോക്കൽസിനെയും ടൂറിസ്റ്റിനെയും ഒക്കെ ഒന്നിച്ച് കാണാം. ഈ ലോക്കൽസ് ഇവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എപ്പോഴും നോക്കിയാലും യൂണിഫോം ഇട്ട പോലീസ് ചുറ്റും കാണാം. ഇവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് ഉണ്ടാവാറുള്ളത്. ഒരാളവിടെ ഗേറ്റിൽ ചോദിക്കാൻ പോയത്, നമുക്ക് ആ മൊണാസ്ട്രി പോകാനാണ്. ഇവിടെ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു, ചോദിച്ചിട്ട് വരട്ടെ. സെവൻസ് ലേക്കിലേക്കാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. നമ്മളീ കാണുന്നത് 7 ലേക്കാണ് കേട്ടോ. എന്തുവാടാ ഭയങ്കര ഡോഗ് സ്നേഹിക്കുക, പക്ഷെ പേടിയുമാണ്. എവിടെ പോണേ? വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. ഈ വെള്ളത്തിലൊക്കെ പോയാൽ നല്ല രസമായിരിക്കും. നമ്മൾ ആ കാണുന്ന മൊണാസ്ട്രി കാണാനായിട്ട് വന്നേ, പക്ഷെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചധികം നടക്കാനുണ്ട്. നമുക്ക് അതിനുള്ള ടൈമില്ല. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് നാളെ രാവിലെ വരാം അല്ലേ? അതുപോലെ നമുക്കിനി ഇവിടുന്ന് ഹോട്ടലിന് ഒരു 1.5 മണിക്കൂർ ഓട്ടം ഉണ്ട്. ഈ വലിയ സാധനം വലിച്ചോണ്ട് പോണ വണ്ടി ഏതാന്ന് നോക്കിയേ. ഗിഫ്റ്റ് പ്രൈസ്. നമ്മൾ ഇവിടുന്ന് പൊമോഗ്രാനൈറ്റ് ജ്യൂസ്, അത് മിക്സ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് വാങ്ങി. ഇത് ഇവിടുത്തെ മിക്സ് ജ്യൂസ് ആണ് കേട്ടോ. എല്ലാത്തിനും നമ്മൾ 20 AD വരും. അതായത് ഇവർക്കുള്ള പൈസ 2000, ഇച്ചിരി കൂടുതലാണ്. അതൊരു ബ്രാൻഡി ആഡ് ചെയ്ത് തരും കേട്ടോ, പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് തരും. വെരി ഗുഡ് ബ്രാൻഡി, ഫേമസ് ആണ്. അങ്ങനെ ഉണ്ടോ? അടിപൊളി മിക്സ് ആണ്, പോമഗ്രാനൈറ്റും ഓറഞ്ച് മിക്സ് ആണ്. അവിടെ ഇവിടുത്തെ ഒരു ഫ്രൂട്ട് ഉണ്ട്, അതിന്റെ ജ്യൂസ് ഇരിക്കുന്നു. പക്ഷെ ഞങ്ങൾ എന്തായാലും തൽക്കാലം ഇത് മേടിക്കാം, നാളെ അത് ട്രൈ ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് ഇനി ദിൽജനിലോട്ട് തന്നെ പോവുകയാണ്. 7 ലേക്ക് കണ്ടോ, ഓൾറെഡി ലേറ്റ്. അപ്പം നമ്മളിപ്പോൾ തന്നെ 4 മണിയാവാൻ പോകണം, 4-4:30 ആവാൻ പോകണം. ഇനി നമുക്ക് അവിടെ ഉടനെ തന്നെ എത്തിയേ പറ്റത്തുള്ളൂ. കാരണം ഇതിപ്പോൾ എന്തായാലും 1.5 hour ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ ഇരുട്ടാൻ തുടങ്ങിയാൽ പിന്നെ അതിലിച്ചിരി ബുദ്ധിമുട്ടല്ലേ. പറ്റുമെങ്കിൽ നാളെ രാവിലെ ഈ മൊണാസ്ട്രി കാണാൻ വരാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. കാരണം ഇവിടുത്തെ ഫിഷ് ക്യുസീൻ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഫിഷ് ബേസ്ഡ് ആണ്. ആ വെള്ളത്തിന്റെ തണുപ്പ് എന്തായിരിക്കും അല്ലേ? എനിക്കിപ്പോൾ അതറിഞ്ഞാൽ മതി. മൗണ്ടൻസ് കണ്ടോ? ഇഷ്ടപ്പെട്ടാ? സൂപ്പർ സാധനം. ഇത് ആക്ച്വലി ഇവിടുത്തെ ഫ്രൂട്ട്സ് തന്നെ, ഇവിടെ തന്നെ പിടിക്കുന്ന ഫ്രൂട്ട്സ് ആയതുകൊണ്ട് നല്ല മധുരം. അയാൾ പറഞ്ഞത് ഓറഞ്ച് ചേർത്തതുകൊണ്ടാണ്. ഈ പോമഗ്രാനൈറ്റിനകത്ത് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് നമ്മളെ മുമ്പ് വെച്ചാൽ ഇതെല്ലാം ഉണ്ടാക്കിയത്. അതുപോലെ പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ബ്രാൻഡി മിക്സ് ചെയ്തും കുടിക്കുന്നത് നല്ലതാണ്. ബ്രാൻഡി ഒന്നും വേണ്ട, നോർമൽ ജ്യൂസ് മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടെ അതും കുടിച്ചുകൊണ്ട് പോവാം. 2
2000 ഡ്രേക്ക് ആണ് അവർ പറഞ്ഞത്. നമ്മൾ 3000 ആദ്യം പറഞ്ഞു, പിന്നീട് അവർ പറഞ്ഞു ഓക്കെ ഫൈൻ 2000, കാരണം ബ്രാൻഡ് മിക്സ് ചെയ്യരുതെന്ന് പറഞ്ഞത് കൊണ്ട് വിൽ മേക്ക് 2000 ഡ്രേക്ക് എന്ന് പറഞ്ഞു. നമ്മുടെ അർമേനിയൻ റോഡ് ട്രിപ്പ് ഓൺ ദ ഗോ. ഇത് ഫസ്റ്റ് ഡേ ആണ്. എപ്പടി റോഡ് ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ ആണ്. അർമേനിയൻ സെക്കൻഡ് ഡേ, ബട്ട് റോഡ് ട്രിപ്പ് ഫസ്റ്റ് ഡേ. പോലെ ഇപ്പൊ ഇരുട്ടായി വരുന്ന കണ്ടാ, ചെറുതായിട്ട് വെയില് ഭംഗി തുടങ്ങുന്ന കണ്ടോ. മഞ്ഞിന്റെ ഇടയിൽ കുറച്ച് ഗ്രീനറി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ കണ്ടത് അർമേനിയയുടെ ലോങ്ങസ്റ്റ് ടണലാണ്. 2344 മീറ്റേഴ്സ് ലോങ് ആയിരുന്നു ആ ടണൽ. 2.3 കിലോമീറ്റർ എക്സാക്ട്ലി. ഐ ലവ് ദിൽജൻ. ഇപ്പൊ ദിൽജൻ എത്തിയോ? നോ, 70 കിലോമീറ്റേഴ്സ്. ഇവിടെ അത്ര ഐസ് കാണുന്നില്ല. നമ്മുടെ ഹോട്ടൽ, ഇന്നത്തെ ഹോട്ടൽ ദിൽജാങ്ങിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ടാണ്. ഘോഷ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഇപ്പൊ നമ്മൾ എത്താറായി, ഓൾമോസ്റ്റ് എത്താറായി. ഇനി എത്ര ഒരു 7 മിനിറ്റ്സിന്റെ ഡ്രൈവും കൂടെ ഉള്ളൂ. ഇപ്പൊ ഇരുട്ടി തുടങ്ങി. ടൈം എന്ന് ചോദിക്കുമ്പം 5:44 ആയി. ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. റോക്കി മൗണ്ടൻസ് ഉണ്ടേ, നല്ല ഭംഗിയുള്ള മൗണ്ടൻ. സ്റ്റേയിലോട്ടാണ് പോകുന്നത്. കയറി വരുന്ന ഒരു ചെറിയൊരു ഷാർപ്പ് റൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം 1 മിനിറ്റും കൂടെ ഉള്ളൂ, എത്തി നമ്മൾ ഓൾമോസ്റ്റ്. എനിക്കൊന്നും ഡെസ്റ്റിനേഷൻ നല്ല പോയിന്റാ. കറക്റ്റ് റോഡ് അല്ലെങ്കിൽ കൂടി ബിൽഡിംഗ് നോക്ക്. ഘോഷ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് റിസോർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇതാരായി സുന്നരം വരുന്നത്? യോ ആണല്ലേ ഇടയിൽ നിന്നെ കാണാൻ. ദിൽവിറ്റ ഫാമിലി നടത്തുന്ന ഗസ്റ്റ് ഹൗസ് ആണ്. നമ്മളിത് ഗൂഗിൾ റിവ്യൂ കണ്ട് ബുക്ക് ചെയ്തതാ. ഇതാണ് ഇവിടെയുള്ള റിസപ്ഷൻ. അപ്പൊ നമ്മുടെ ദിൽജൻ ഘോഷിലെ റൂം സെറ്റപ്പ് ഇതാണ്. പൊളിയല്ലേ? ചെറിയൊരു റൂം സെറ്റപ്പ്. ട്വിൻ ബെഡ് ആണ് അല്ലേ? ട്വിൻ ബെഡ് ആണ്. ഫുഡ് റെസ്റ്റോറന്റ് പോയി വേണേ കഴിക്കാം, അല്ലെങ്കിൽ സെർവ് ചെയ്യുമെന്ന് പറയും. ഇതൊരു ഹോംലി സംഭവമാണ് കേട്ടോ. അടിപൊളിയല്ലേ? അടിപൊളി. ഇവിടെ അതുപോലെ കണ്ട രാവിലെ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ടേബിളുണ്ട്, അടിപൊളി. ആസ് യൂഷ്വൽ നമുക്ക് കോഫി സെറ്റിംഗ് എല്ലാം ഉണ്ട്, സെറ്റിങ്സ് എല്ലാം ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേകത, എല്ലായിടവും നമുക്ക് പിന്നെ 3-in-1 ടൈപ്പ് കോഫി കിട്ടും. അതെന്തായാലും അടിപൊളി. ഒരു ചെറിയൊരു കബഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതൊന്നും വെക്കാനില്ല. അടിപൊളി. പോണ്ട കാര്യമില്ല കേട്ടോ. പേടിച്ചില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു, അതെന്തായാലും തീർന്നു. വെള്ളം മാത്രമില്ല. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ്. Happy birthday to you. Happy birthday to you. Happy birthday to you. ഭയങ്കര ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങിയ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. ട്രൈ ചെയ്താലാ? ഇനി ഉണ്ട്, ഒരുപാട് ഐറ്റം വരാനുണ്ട്. ചിക്കനും റൈസും ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. ഫിഷ്. ഇനി കച്ചാപ്പൂരി വരുന്നുണ്ടേ. ഫൈനലി നമ്മളാ ജോർജിയയിലെ കച്ചാപ്പൂരി വന്നിട്ടുണ്ട്. അത് ഇവിടത്തെയും കൂടി ഒരു ഡിഷാണ് കേട്ടോ. ജോർജിയ പോയതിനു ശേഷം കച്ചാപ്പൂരി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിവിടെ ഉണ്ടെന്നുണ്ടപ്പോൾ സന്തോഷം. ഇതിനകത്ത് എഗ്ഗ് ആഡ് ചെയ്തിട്ടുണ്ട്. എഗ്ഗ് ഇല്ലാതെ ഇവിടെ തരും. സൂപ്പർ ഡിന്നർ ആയിരുന്നു കേട്ടോ. ഡിന്നർ എങ്ങനെ ഉണ്ടായിരുന്നേ? പൊളി ഡിന്നർ ആയിരുന്നു. നല്ല ആംബിയൻസ്. ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയും തണുപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി ബോൺഫയർ ഉണ്ട്, അതൊരു 9 o'clockനാന്നാ പറയുന്നത്. ഒരു ബോൺഫയർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അവര്. അതിപ്പോ നമ്മളുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള താമസക്കാർ മാത്രമാണെന്ന് തോന്നുന്നു. ഇനി ലക്സി എങ്ങനെയാന്നുള്ളത്. നല്ല തണുപ്പുണ്ട് കേട്ടാ, ബെയറബിൾ തണുപ്പാണ്. സൂപ്പർ തണുപ്പ്. പക്ഷെ എന്നാലും വേണ്ടിയില്ല, ഒന്ന് പോയി നോക്കാം. Հիվանդություններ կան թող տանի, ինչքան պատերազմներ կա թող տանի, թող մեր երկիրը ծաղկի զորանա, մի բուր հայ ենք մնացել, մեր Աստված ցավություն տուր, որ կարտոֆիլը հաստատա, Վոլգայով չի բաց,
ഒരെണ്ണം ഉണ്ടെങ്കിൽ കിടന്ന് പോകുന്നുണ്ട്. താങ്ക്സ് ബ്രോ. എങ്ങനെ ഉണ്ടായിരുന്നു അർമേനിയൻ എക്സ്പീരിയൻസ്? അടിപൊളി. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ. നമ്മൾ എത്രയോ ഹോട്ടൽസ് സ്റ്റേ ചെയ്തിട്ടുണ്ട്, എത്രയോ രാജ്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ബോൺഫെയർ, അത് മാത്രമല്ല ഇവർക്ക് നമ്മുടെ ഭാഷയോ നമ്മൾക്ക് അവരുടെ ഭാഷയോ മനസ്സിലാവുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാം മനസ്സിലായി. പക്ഷെ അവർ പറയണെല്ലാം നമുക്ക് മനസ്സിലായി. അത് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു, സോറി എനിക്ക് ഭാഷ അറിയില്ല, പ്രോബ്ലം ലൈക്ക് മോർ ദാൻ 2 hours നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അടിപൊളി. അതുകൊള്ള പൊട്ടറ്റോ എങ്ങനെ ഉണ്ടായിരുന്നല്ലേ? ചായ തന്നു, പിന്നെ അതിൻ്റെ പൊട്ടറ്റോ വെജസ് പോലെയാക്കി കട്ട് ചെയ്ത് തന്നു, അത് നല്ലായിരുന്നു. വൈൻ തന്നു, എനിക്ക് ടീ തന്നു. അടിപൊളിയായിരുന്നല്ലേ? ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ. നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വന്നാലാ? ഗുഡ് മോർണിംഗ്. ഇവിടാണ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത കേട്ടോ. ഇന്നലെ രാത്രി വന്നപ്പോ ഒന്നും കാണാൻ പറ്റിയില്ലായിരുന്നല്ലോ. ഇതാണ് നമ്മളെ ഹട്ടെന്ന് പറയാൻ പറ്റൂടെ? ഹട്ടെന്ന് പറയാൻ പറ്റുമോ? ഹട്ടിനേക്കാളും ഉണ്ട്. അകത്തെല്ലാം സംഭവം ലക്ഷറിയാണ്. ഇതാണ് ബാക്കിയുള്ള ഏരിയ. ഇത് ഈ ഹോട്ടലെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഹോം സ്റ്റേ ആണ്. അവിടേക്കുള്ള റിസപ്ഷനും വീടൊക്കെയാണിത്. അങ്ങനെ മേളിലോട്ടും ഒക്കെ ഉണ്ട്. നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പം ഇതൊന്നും ഉണ്ടെന്ന് തോന്നത്തില്ല അല്ലേ? വിശാലമായ ഷോറൂമാണ്. അതെ. ഇന്നലെ നമ്മൾ ഇവിടെ ഇരുന്നാണ് ക്യാമ്പ് ഫയർ നടത്തിയത്. നല്ലൊരു എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ പരസ്പരം സംസാരിച്ചു. അതുകൊണ്ട് ആ മുകളിലെല്ലാം വീടുകളുണ്ട് കേട്ടോ. രാത്രിയെല്ലാം അവിടെ എല്ലാം ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടായിരുന്നു. വീടും റിസോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ടൊക്കെ പോയി നോക്കിയാലോ, എന്തുണ്ടെന്നൊക്കെ നോക്കിയാലോ. മെനങ്ങാന്ന് ഇവിടെ മഞ്ഞ് വീണായിരുന്നു. ഞാൻ ഒഴിവായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ മെനങ്ങാന്ന് മഞ്ഞ് വീണെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇന്ന് മഞ്ഞില്ല, സ്നോഫോൾ ഇല്ലെന്നേ ഉള്ളൂ, തണുപ്പിനൊരു കുറവും ഇല്ല. നമ്മളെ വണ്ടിയും കൂടി അകത്തുണ്ടായിരുന്നേക്കുള്ള. സൈക്കിളൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട് ഇവിടെ. എനിക്കൊന്ന് ഇവിടെ റെൻറ്റിന് കൊടുക്കും കേട്ടോ. ഇത് എന്നുവെച്ചാൽ ഇവിടെ സൈക്ലിംഗ് ഒക്കെ പോകാൻ പറ്റും മൗണ്ടൻ സൈഡിലൊക്കെ ഉണ്ട്. ഇതിൽ വഴിയുണ്ട്, അതൊക്കെ ഹോഴ്സ് റൈഡ് ഉണ്ട്, കുറേ പരിപാടികളുണ്ട് ഇവിടെയൊക്കെ. കുറേയൊക്കെ കഴിയുമ്പോൾ ഇവിടെ എല്ലാം സ്നോ ആവുമായിരിക്കും അല്ലേ? അതുപോലെ തന്നെ സമ്മർ ടൈമിൽ ഇതെല്ലാം ഗ്രീനറി ആട്ടോ. ഇത് ദിലിജാങ്ങിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയിട്ടാണ്. 20 മിനിറ്റ്സ് യാത്രയുണ്ട്. എന്തിനാ ഇങ്ങനെ വുഡ് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? ഇന്നലെ അവര് ബോൺഫയർ സമയത്ത് അവര് കത്തിച്ച വുഡൊക്കെ പടപടാന്ന് കത്തുന്നു. ഈ തടിയാണോ? ഈ തണുപ്പത്ത് ഇങ്ങനെ കത്തുന്നെന്ന് എനിക്ക് തോന്നി. ഡ്രൈ സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു ഇത് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഏതൊരു രാജ്യത്ത് ചെല്ലുമ്പോഴും നമ്മൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു കൺസിഡറേഷൻ ഇല്ലാത്തൊരു ടീമാണ്. പക്ഷെ ഇവര് തന്നെ ഫോക്കസ് ചെയ്യുന്നത് വരണം കേട്ടോ 1-2 വട്ടം വന്ന് ബോൺഫയർ കാണണം, വരണം എന്ന ടൈമിങ് ഒക്കെ തന്ന് റിമൈൻഡർ തന്ന്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ വന്നിരുന്നതിന് ശേഷം അവർ പറഞ്ഞു, ഐ എം സോറി, നമുക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അടുത്ത് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ടും പാവം ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സംസാരിച്ചു. ബട്ട് എന്നിട്ടും നമ്മൾ ആ ഒരു 2 hours അവരുടെ കൂടെ തന്നെ ഇരുന്ന്. നമ്മളെ വണ്ടി അങ്ങ് താഴെ ഇട്ടിരിക്കുക. ഇവിടെ 3 വണ്ടി ഇടാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. നമ്മൾ ഇന്നലെ വന്നപ്പോൾ ലേറ്റായില്ലായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. പക്ഷേ തണുപ്പും പിടിച്ച് ഏത് കുട്ടിയൊന്ന് കളിക്കുമെന്നാണ് കൺഫ്യൂഷൻ. നമ്മളെ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റായി വരുന്നുണ്ട്. ഇതാണ് മുതലാളിയുടെ വീട്. മുതലാളി ഇന്നലെ കണ്ടില്ലായിരുന്നോ? ഇവിടുന്ന് താഴോട്ട് പോയാൽ നമുക്ക് ഇവിടേക്കുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട് ഏരിയ. വെളിയിൽ നിന്ന് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും തോന്നത്തില്ല. അതാണ് അതിൻ്റെ എൻട്രൻസ്. ദിലിജൻ കഴിഞ്ഞിട്ട് മോർ ദാൻ 20 മിനിറ്റ്സ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ ആലോചിച്ചു, എന്തിനാ ഇങ്ങോട്ട് വന്നത്, എന്തിനാ ഈ ഒരു ലൊക്കേഷൻ ട്രൈ ചെയ്തത്. പക്ഷേ ഇറ്റ്സ് വർത്ത് വിസിറ്റ്. ഇത് ചൂസ് ചെയ്യാൻ കാര്യം ഗൂഗിൾ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്. ഒരുപാട് നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്തത്. ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ്. അകത്ത് വരുന്ന് കഴിക്കാം. ഇപ്പോഴത്തെ അല്ലേ, ഇപ്പം വലിയ തണുപ്പ് തോന്നുന്നില്ല, വേണമെങ്കിൽ വിട്ടിരുന്നും കഴിക്കാം. 9:30 മുതലാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന. ഇതൊക്കെ ഉണ്ടോ ഡേ? ട്രീ ഹൗസ് കണ്ട? ട്രീ ഹൗസ് അല്ല, ട്രീ ഹൗസ് പോലെ